ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സിനിമാ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? അതിലേക്ക് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ നോക്കും, എത്ര പേര് ലൈക്ക് ചെയ്തു, എത്ര വ്യൂസ് ഉണ്ട്, എത്ര പേര് എന്നെ ഫോളോ ചെയ്യുന്നു, ശരിയല്ലേ? അപ്പോൾ അത്തരക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗെറ്റ് ഇൻസ്റ്റ എന്ന് പറയുന്ന ആപ്പ്. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള ലൈക്സും ഫോളോവേഴ്സും ഒക്കെ നേടാൻ സാധിക്കും. എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള റിയൽ പീപ്പിളിനെ കൊണ്ടുതരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓഫേഴ്സും ക്യാമ്പയിൻസും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ചെയ്യാം, വേറെ ആൾക്കാരെ ഫോളോ ചെയ്യാം, മറ്റുള്ളവരുടെ ഫോട്ടോയോ വീഡിയോയോ ലൈക്ക് ചെയ്യാം. അപ്പോഴൊക്കെ നമുക്ക് ഓരോ കോയിൻസ് കിട്ടും. ആ കോയിൻസ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ലൈക്സും ഫോളോവേഴ്സിനെ ഒക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. 100% റിയൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കും ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോയ്ക്കുള്ള ലൈക്ക്, നിങ്ങൾക്കുള്ള ഫോളോവേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെ ഇത് ലഭ്യമാണ്. അങ്ങനെ അതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായവർക്ക് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്നോട് തീർച്ചയായും പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരു വലിയ ആസ്ട്രോണറ്റ് ആവാനാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു ചേച്ചിയുണ്ട്. അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്റ്റാർ വാർസ് കണ്ടിട്ട് അതിലെ ക്യാരക്ടേഴ്സിനെ പോലെ എപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കും. എൻ്റെ ചേച്ചിയോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഞാൻ ഒരിക്കലും പുറത്ത് കാണിക്കില്ല. അവളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്ത് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനിയുള്ളത് എൻ്റെ അമ്മയാണ്. ശരിക്കും അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ലോകം മുഴുവൻ അമ്മയാണ്. ഈ ഹെൽമെറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ എപ്പോഴും എൻ്റെ തലയിലിടും. ഞാൻ പുറത്തു പോയാലും ഗെയിം കളിക്കുമ്പോഴും സൈക്കിൾ ഓടിക്കുമ്പോഴും ഒക്കെ ഈ ഹെൽമെറ്റ് എൻ്റെ തലയിലുണ്ടാവും. കാരണം ഞാൻ മറ്റു കുട്ടികളെ പോലെയല്ല. എൻ്റെ മുഖം വിരൂപമാണ്. 27ഓളം സർജറികൾ ചെയ്തിട്ടുണ്ട്. ഈ മുഖം കാരണം തന്നെ ആരും എന്നോട് സംസാരിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയെ കൂടാതെ മറ്റൊരു ഫ്രണ്ട്സും ഇല്ല. എനിക്ക് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു സയൻറ്റിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പേര് പറയാൻ മറന്നു. എൻ്റെ പേര് ഓഗി. ഇപ്പോൾ നമ്മുടെ ഓഗിയുടെ അമ്മ അവനെയും കൂട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. 5ാം ക്ലാസ്സിലേക്ക് ചേർക്കാനാണ് അവനെയും കൊണ്ട് പോകുന്നത്. പക്ഷെ നമ്മുടെ ഓഗിക്ക് സ്കൂളിൽ പോകാൻ ഒരു തരി പോലും ഇഷ്ടമല്ല. പക്ഷെ അവൻ്റെ അമ്മ അവനോട് പറയും, ഇല്ല, നീ എന്തായാലും സ്കൂളിൽ പോകണം, മറ്റു കുട്ടികളോടൊപ്പം ഇടപഴകണം, എന്നാൽ മാത്രമേ നിനക്കും മറ്റുള്ളവരെ പോലെ നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ എന്തായാലും സ്കൂളിൽ പോയേ പറ്റൂ. ഓഗിയും അമ്മ പറയുന്നത് കേട്ടിട്ട് സ്കൂളിൽ പോകാൻ തയ്യാറാവുന്നു. നാളെ മുതലാണ് സ്കൂള് സ്റ്റാർട്ടാവുന്നത്. പ്രിൻസിപ്പള് ഓഗിയെ ആ സ്കൂള് മുഴുവൻ ചുറ്റിക്കാണിക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൽ ചെറുപ്പം മുതലേ പഠിച്ചിരുന്ന 3 കുട്ടികളെ വിളിക്കുന്നു. ഓഗിയെ അവരുടെ കൂടെ വിടുന്നു. ഓഗിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനും എല്ലാവരെ പോലെ ജീവിക്കണം, മറ്റുള്ളവരെ പോലെ ഒരുപാട് കൂട്ടുകാരുണ്ടാവണം. അതുമാത്രമാണ് ആ അമ്മയുടെ ആഗ്രഹം. ആ കുട്ടികളോടൊപ്പം സ്കൂളൊക്കെ ചുറ്റി നടന്ന് കണ്ട് ഓഗി വീട്ടിലേക്ക് വരുന്നു. നാളെയാണ് അവൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസം. അവരെല്ലാവരും കൂടിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഓഗിയുടെ അച്ഛൻ, നോക്കോഗി, അച്ഛന് ആരെയും പേടിയില്ല, മോനും അതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. സ്കൂളിൽ ആരെങ്കിലും നിന്നെ അടിച്ചാലേ നീ തിരിച്ചു അടിച്ചു കേട്ടോ, പേടിക്കണ്ട. ഓഗി പറഞ്ഞു, പറഞ്ഞത് മനസ്സിലായി, പക്ഷെ അച്ഛൻ എന്തിനാ ഇങ്ങനെ കുശുകുശുക്കുന്നു? അപ്പോൾ അച്ഛൻ പറയും, എനിക്ക് ആരെയും പേടിയില്ല, പക്ഷെ നിന്റെ അമ്മേനെ കണ്ടാൽ പേടിയാ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നു. ഓഗി നാളെ സ്കൂളിലേക്ക് പോകാൻ പോവാണെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചിരിച്ച് കളിച്ച് അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ആഗിയുടെ ഫസ്റ്റ് ഡേ സ്കൂൾ. ആഗിയെയും കൂട്ടി അമ്മയും അച്ഛനും ചേച്ചിയും സ്കൂളിലേക്ക് പോവുകയാണ്. ആഗിയാട്ടെ തലയിൽ ആ ഹെൽമെറ്റും വെച്ചിട്ടാണ് പോകുന്നത്. സ്കൂളിനടുത്തെത്തിയപ്പോഴേക്കും അമ്മ ഓഗിയോട് പറയും, മോനെ, നീ സ്കൂളിൽ നന്നായിട്ട് ഇരിക്കണം, എല്ലാവരോടും മിങ്കിൾ ചെയ്യണം, അമ്മ വൈകിട്ട് വരാം കേട്ടോ. അച്ഛൻ പറയും, മോനെ, സ്കൂളിൽ നീ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ, എല്ലാവരോടും സംസാരിക്കണം, കൂട്ടുകൂടണം, ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ഇരിക്കരുത്, നിനക്ക് ക്ലാസ്സിലെ ഏത് ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിലും കൈ ഉയർത്തി അതിൻ്റെ ആൻസർ പറയണം, ഒന്നിനും പേടിച്ചിരിക്കരുത് എന്നൊക്കെ അച്ഛനും പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഓഗിയുടെ ഹെൽമെറ്റ് മെല്ലെ അഴിച്ചു മാറ്റുന്നു. ഓഗിയും ഞാൻ പോയിട്ട് വരാം അച്ഛാ എന്നും പറഞ്ഞിട്ട് പതിയെ സ്കൂളിലേക്ക് പോകുന്നു. ഓഗിയുടെ അച്ഛനും അമ്മയും തങ്ങളുടെ മകൻ സ്കൂളിലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ഈശ്വര, എൻ്റെ മകൻ്റെ മനസ്സ് വിഷമിക്കാനിടയാക്കരുതേ, അവനും സാധാരണ കുട്ടികളെ പോലെ തന്നെ ജീവിക്കാൻ സാധിക്കണേ എന്ന് അവർ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ആ സ്കൂളിലെ എല്ലാ കുട്ടികളും ഓഗിയെ എന്തോ ഒരു വിചിത്ര ജീവിയെ കാണുന്നത് പോലെ നോക്കുന്നു. അവൻ അടുത്തേക്ക് വരണമെന്ന് പോലും ഒരാളും ആഗ്രഹിക്കുന്നില്ല.
ഞാനിങ്ങനെ വിരൂപനായിരിക്കുന്നത് കൊണ്ടാണ് ഒരാളും എൻ്റെ അടുത്തേക്ക് വരാത്തത്, എന്നോട് കൂട്ടുകൂടാത്തത്. പകരം ഞാനൊരു ആസ്ട്രോണറ്റ് ആയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ കൈതട്ടി ആനയിക്കുമായിരുന്നു, എല്ലാവരും എൻ്റെ കൂട്ടുകൂടുമായിരുന്നു എന്ന് ഒരു ആസ്ട്രോണറ്റിൻ്റെ വേഷവും ധരിച്ച് ഓഗി വരുന്നതായിട്ട് അവൻ സ്വപ്നം കാണുന്നു. അവസാനം അവൻ എങ്ങനെയൊക്കെയോ ക്ലാസ് റൂമിലേക്ക് എത്തുന്നു. ഒരു സ്ഥലത്തേക്ക് പോയി ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രേതമോന്തയുള്ളവനെ ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, വേറെ എവിടേക്കും പോടാന്നും പറഞ്ഞിട്ട് ഒരു ചെക്കൻ അവനെ അവിടുന്ന് മാറ്റിവിടുന്നു. പാവം ഓഗി ഒരു മൂലയ്ക്ക് പോയിട്ട് ഇരിക്കുന്നു. ഓഗിക്ക് അടുത്ത് തന്നെയായിട്ട് ജാക്ക് എന്ന് പറയുന്ന ഒരു ചെറുക്കനും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടീച്ചർ വന്നിട്ട് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. എൻ്റെ പേര് ഓഗി, എനിക്ക് വിയ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റർ ഉണ്ട്, പിന്നെ എനിക്കൊരു പട്ടിക്കുട്ടി കൂടിയുണ്ട്, എനിക്ക് സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഓഗി എഴുന്നേറ്റ് നിന്ന് പറയുന്നു. ലഞ്ച് ടൈമിൽ ആഗി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുക്കൻ വന്നിട്ട് ആഗി ഞാൻ നിൻ്റെ അടുത്ത് ഇരിക്കാമോ എന്ന് ചോദിക്കുന്നു. ഓ തീർച്ചയായും ഇരിക്കാമല്ലോ, ധാരാളമായിട്ട് ഇരിക്കാം, വന്നോളൂ ഇരിക്കൂ എന്ന് പറയുന്നു. ഭയങ്കര സന്തോഷമായി ചെക്കന്. പിന്നെ ഞാൻ വെറുതെ ചോദിച്ചതാണ്, നിൻ്റെ കൂടെയൊക്കെ ആരെങ്കിലും ഇരിക്കുമോ, നിന്നെ പോലെയുള്ള ഈ പ്രേതമുഖം വെച്ചിട്ട് ഒരുത്തൻ്റെ കൂടെ ആരെങ്കിലും ഇരിക്കുമോ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പാവ ഓഗി ഭയങ്കരമായിട്ട് വിഷമമായി. അവൻ ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണം കഴിക്കുന്നു. ശേഷം സയൻസ് ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും നമ്മുടെ ഓഗി കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആരും ഓഗിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഡോജ് ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം കളിക്കും. ആ ഗെയിമിൽ എല്ലാ കുട്ടികളും ചേർന്ന് ബോൾ എടുത്തിട്ട് ആഗിയെയാണ് എറിയുന്നത്. സ്കൂളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആഗി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ പിന്നാലെ വന്ന കുട്ടികൾ ഓരോന്നും അവനെ കളിയാക്കാൻ തുടങ്ങി. നോക്കിയേ, അവൻ്റെ മുഖം നോക്കിയേ, എന്താ അവസ്ഥയായത്, എനിക്ക് തോന്നുന്നത് അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇവനെ എടുത്ത് തീയിലിട്ടു എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വളരെ മോശമായി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിന് പുറത്ത് ആഗിയുടെ അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആഗി വരുന്നത് കണ്ട് അമ്മ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവൻ വന്നപ്പോൾ തന്നെ ആഗി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, ഫസ്റ്റ് ഡേ സ്കൂൾ അടിപൊളിയായിരുന്നോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവനൊന്നും മിണ്ടാതെ അമ്മയുടെ കയ്യിൽ നിന്നും ആ ഹെൽമെറ്റ് വാങ്ങി തലയിൽ വെച്ച് മിണ്ടാതെ നടന്നു പോകുന്നു. ആഗിക്ക് സ്കൂളിൽ വെച്ച് വളരെയധികം വിഷമമുണ്ടായി എന്ന് ആഗിയുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നു. വീട്ടിലെത്തി രാത്രിയായപ്പോൾ എല്ലാവരും ഭക്ഷണത്തിന് മുന്നിൽ വന്നിരുന്നു. പക്ഷേ ആഗി ആ ഹെൽമെറ്റ് മാറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മ ആ ഹെൽമെറ്റ് ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ആഗി ഫസ്റ്റ് ഡേ സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറ. അപ്പോൾ ആഗി പറയും, കുഴപ്പമില്ല, നന്നായിരുന്നു. ശരിക്കും നന്നായിരുന്നോ അതോ നിന്നെ ആരെങ്കിലും ഹേർട്ട് ചെയ്തോ എന്ന് അമ്മ ചോദിക്കുന്നു. ഞാൻ നല്ലതാണെന്ന് പറഞ്ഞില്ലേ, പിന്നെയും എന്തിനാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവൻ അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. അപ്സെറ്റായിരിക്കുന്ന ആഗിയെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മ അവൻ്റെ റൂമിലേക്ക് പോകുന്നു. മോനെ ആഗി, ആ ഹെൽമെറ്റ് ഒന്ന് അഴിക്കടാ എന്ന് അമ്മ പറയുന്നു. അവൻ ഹെൽമെറ്റ് അഴിക്കുന്നു. അമ്മ, ഞാൻ ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്, എന്നോട് ക്ഷമിക്കണേ എന്ന് ആഗി പറയുന്നു. അതൊന്നുമില്ല മോനെ, നീ അങ്ങനെയൊന്നും ദേഷ്യപ്പെട്ടിട്ടില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് അമ്മയും പറയുന്നു. അമ്മ, ഞാൻ എന്താ ഇത്ര വിരൂപനായിപ്പോയെ, അതുകൊണ്ട് എന്നോട് ആരും സംസാരിക്കാൻ പോലും വരുന്നില്ല. നീ അത്ര വിരൂപനൊന്നും അല്ല മോനെ, ഈ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തല്ല മനസ്സിലാണ് ഉണ്ടായിരിക്കേണ്ടത്. നിന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം മോനെ, നീ അത്രയ്ക്ക് സുന്ദരനാണ്. പക്ഷെ എന്താ അമ്മ ആരും എന്നോട് സംസാരിക്കാൻ പോലും വരാത്തത്? ആഗിയുടെ അമ്മയ്ക്ക് വളരെയധികം വിഷമമാവുന്നു. ആഗി, നീ വിഷമിക്കാതിരിക്കുക, അതൊക്കെ ശരിയാവും, എല്ലാവരും നിന്നോട് വന്ന് സംസാരിക്കും, നീ എപ്പോഴത്തെയും പോലെ ഇരുന്നാൽ മതി, അവർ വന്നോളും എന്ന് അമ്മ പറയുന്നു. അപ്പോഴേക്കും ആഗിയുടെ അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നു. ആഗിയുടെ അച്ഛനും അമ്മയും ചേർന്ന് അവനെ കളിപ്പിച്ച് സമാധാനപ്പെടുത്തുന്നു. ആഗിയുടെ സിസ്റ്റർ ഉണ്ടല്ലോ വിയ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് മിറാൻഡ. മിറാൻഡയ്ക്ക് ആഗി എന്നാൽ ജീവനായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മിറാൻഡ വിയയോട് സംസാരിക്കുന്നില്ല, അവളെ അവോയ്ഡ് ചെയ്യുന്നു. എന്തോ അവൾക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയതുപോലെ. അതിന്റെ പേരിൽ നമ്മുടെ വിയ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ജസ്റ്റിൻ എന്ന ഒരു പയ്യനെ പരിചയപ്പെടുന്നത്. വിയയും ജസ്റ്റിനും കൂടിയിട്ട് സ്കൂളിൽ നടക്കുന്ന ഒരു ഡ്രാമയിലേക്ക് പേര് നൽകുന്നു. അടുത്ത ദിവസം സ്കൂളിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. പക്ഷേ ആഗിയുടെ അടുത്ത് നിൽക്കാൻ ഒരാൾ പോലും തയ്യാറായിരുന്നില്ല. പാവം ആഗി ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് പോയി നിൽക്കുകയാണ്. തനിക്ക് ആരും ഫ്രണ്ട്സായിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ആഗിയെ വല്ലാതെ വേദനിപ്പിച്ചു. എപ്പോഴും അവൻ സ്കൂളിലേക്ക് വരും, പക്ഷെ എല്ലാവരും അവനെ ഒരു മാതിരിയാണ് നോക്കുന്നത്. അത് അവനിൽ എപ്പോഴും ഒരു വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ക്ലാസ് റൂമിൽ സയൻസ് ക്ലാസ് നടക്കുകയാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ ആഗിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകളൊക്കെ അവൻ എൻജോയ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സയൻസ് ടീച്ചർ ഒരു എക്സാം നടത്തും. എല്ലാവരും എക്സാം എഴുതും. ആഗിയാണെങ്കിലോ എല്ലാം വളരെ പെട്ടെന്ന് എഴുതി തീർക്കുന്നു. പക്ഷേ ആഗിയുടെ അടുത്തിരുന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ജാക്കിന് ഒരു ആൻസറും അറിയുമായിരുന്നില്ല. ആഗി അവനെ വിളിച്ച് എല്ലാ ആൻസറും കാണിച്ചു കൊടുക്കുന്നു. അവനും ആഗിയുടെ പേപ്പർ നോക്കി എല്ലാ ഉത്തരങ്ങളും എഴുതുന്നു. ടീച്ചർ നോക്കുമ്പോൾ പെട്ടെന്ന് പേപ്പർ എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റും. ടീച്ചർ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് വീണ്ടും ജാക്കിന് പേപ്പർ കാണിച്ചു കൊടുക്കുകയും ചെയ്യും നമ്മുടെ ആഗി. അങ്ങനെ ലഞ്ച് ബ്രേക്കിന് ആഗി ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജാക്ക് അങ്ങോട്ടേക്ക് ചെല്ലും. ആഗി, ഭയങ്കര താങ്ക്സ് കേട്ടോ, എനിക്ക് ശരിക്കും ഉത്തരമൊന്നും അറിയില്ലായിരുന്നു, നീ കാണിച്ചു തന്നുകൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. എന്നാലും മാഡത്തിന് സംശയം വരാത്ത രീതിയിൽ ഞാൻ
കുറേ ആൻസറൊക്കെ തെറ്റിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെ ആഗിയും ജാക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. നോക്ക്, നമുക്ക് കയ്യൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ജാക്ക് വായ കൊണ്ട് കടിച്ചെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് നമ്മുടെ ആഗി ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. എന്നിട്ട് പറയും, ദേ അങ്ങനെയല്ല, അതേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആഗിയും ഫണ്ണിയായിട്ട് ഭക്ഷണം കഴിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് അവർ നല്ല ഫ്രണ്ട്സായി മാറുന്നു. ഇപ്പോഴാണ് ആഗിക്ക് ആദ്യമായിട്ട് ഒരു കൂട്ടുകാരനെ ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ആഗി മനസ്സിൽ ആ ആസ്ട്രണറ്റിന്റെ വേഷവുമിട്ട് സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് വരുന്നതായിട്ട് ചിന്തിക്കുന്നു. വൈകിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഗിയും ജാക്കും സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ആഗിയുടെ അമ്മ ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആഗി അമ്മയോട്, അമ്മേ ഇതാണ് ജാക്ക്, എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. ആഗിയുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ മകനെ ഇതിനു മുമ്പ് ഈ രീതിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത് അവർ കണ്ടിട്ടില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന ഹെൽമറ്റ് പോലും വാങ്ങാതെ ആഗി ജാക്കിനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നത് അമ്മ നോക്കി ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. ആഗിയും ജാക്കും വളരെ നല്ല സുഹൃത്തുക്കളാകുന്നു. സ്റ്റാർ വാർസിലേതുപോലെ തല്ലുകൂടുന്നു. ഒരുമിച്ച് ജോളിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഗെയിം കളിക്കുന്നു. 2 കുഞ്ഞുകുട്ടികൾ കളിക്കുന്നതിനിടയിൽ ആഗിയുടെ അച്ഛനും അവരുടെ കൂടെ ചേർന്ന് കുഞ്ഞുകുട്ടിയായിട്ട് ഗെയിം കളിക്കുകയാണ്. ഇങ്ങനെ തന്നെ ഒരുപാട് നാളുകൾ കടന്നുപോയി. ഹാലോവീൻ ദിവസം വന്നെത്തി. അവിടുത്തെ കുട്ടികളെല്ലാവരും പല വിധത്തിലുള്ള ഡ്രസ്സുകളിട്ട് കോമഡിയായി സന്തോഷിച്ച് ഹാലോവീൻ ആഘോഷിക്കുകയാണ്. ആഗിയും ഒരു പ്രത്യേകതരം വേഷം ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ആഗിക്ക് ഹാലോവീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയോ, അവൻ്റെ മുഖം ആരും കാണില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനോട് സംസാരിക്കുകയും അവൻ്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഓഗിക്ക് ഹാലോവീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഓഗി ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ജാക്കിനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജാക്ക് കുറച്ച് കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആഗിയെ പോലെ എങ്ങാനായിരുന്നെങ്കിൽ, അവൻ്റെ മുഖം എങ്ങാനായിരുന്നോ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ സൂയിസൈഡ് ചെയ്തേനെ. ഇതിപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് അവനോട് കമ്പനിയായിട്ട് സംസാരിച്ചു. ഇപ്പം അവനാണെങ്കിൽ എൻ്റെ പിറകുന്ന് മാറുന്നില്ല. എന്തൊരു കഷ്ടമാണെന്നോ എന്ന് ജാക്ക് അവിടുത്തെ കുട്ടികളോട് പറയുകയാണ്. ഇത് കേട്ട് നിന്ന് ആഗി ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ നമ്മളെപ്പറ്റി മോശമായിട്ട് നമ്മുടെ പിന്നിൽ നിന്നും പറയുന്നത്. അത് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ വേദനാജനകമായിരിക്കും. ആഗി വളരെ വിഷമത്തോടെ അവൻ്റെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വിയ അങ്ങോട്ടേക്ക് വരുന്നു. ആഗി വാ, നമുക്ക് പുറത്തേക്ക് പോവാം, നമുക്ക് ഹാലോവീൻ അടിച്ച് പൊളിക്കാം എന്ന് വിയ പറയുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഇവനും പറയുന്നു. എനിക്കറിയാം ആഗി, നിന്നെ ആരോ വിഷമിപ്പിച്ചു. അത് അങ്ങനെയാണ്. നമ്മുടെ ഫ്രണ്ട്സിന് പുതിയൊരു ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ അവർ നമ്മളെ മറന്നു കളയും. ഇപ്പൊ നോക്ക്, മെറിൻഡ എന്നോട് സംസാരിക്കാറ് പോലും ഇല്ല എന്ന് കരുതി നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. എനിക്കിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നീയാണ്. അതുകൊണ്ട് വാ, നമുക്ക് ഹാലോവീൻ ആഘോഷിക്കാൻ ഒരുമിച്ച് പോവാം എന്ന് വിയയും പറയുന്നു. അങ്ങനെ ആഗി തന്റെ സിസ്റ്ററോടൊപ്പം ഹാലോവീൻ ആഘോഷിക്കാൻ പുറത്തേക്ക് പോകുന്നു. ഒരു ദിവസം വിയ പണ്ട് രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു നാടകം ഉണ്ടല്ലോ, അതിന്റെ ഓഡിഷന് പങ്കെടുക്കുന്നു. മെയിൻ റോളിന് വേണ്ടിയിട്ടുള്ള ഓഡിഷനിലാണ് അവൾ പങ്കെടുത്തത്. അടുത്ത ദിവസം മുതൽ ആഗി ജാക്കിനോട് സംസാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ജാക്കിന് ഇതെന്താ സംഭവമെന്ന് ഒരു പിടിയുമില്ല. അവൻ ആകെ വിഷമിച്ച് അവനെ തന്നെ നോക്കുകയാണ്. ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജാക്കിനും ഓഗിയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ചെക്കന്മാരൊക്കെ എന്തെങ്കിലും പറയണ്ട എന്ന് കരുതിയിട്ട്, ഇവന്റെ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ശരിക്കും നമ്മുടെ ജാക്ക് അവരോട് ആഗിയെ പറ്റി കുറ്റം പറയുന്നത്. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ജാക്ക് ആഗിയോട് സംസാരിക്കാമെന്നും കരുതി അവന്റെ അടുത്തേക്ക് വന്നിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആഗി അവനെ കണ്ട ഉടനെ തിരിഞ്ഞിരിക്കുന്നു. അതോടെ ജാക്ക് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ വീണ്ടും ആഗി ഒറ്റയ്ക്കായി. അവനോട് ആരും സംസാരിക്കാനില്ല. ആ സമയത്ത് ഒരു കുഞ്ഞു പെണ്ണ് അങ്ങോട്ടേക്ക് വന്ന് ആഗിയുടെ അടുത്തിരിക്കുന്നു. അവളുടെ പേര് സമർ എന്നാണ്. അവൾ ആഗിയോട് ചോദിക്കും, നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? അപ്പോൾ ആഗി പറയും, എനിക്കറിയാം, നിന്നോടും പ്രിൻസിപ്പളായിരിക്കും പറഞ്ഞത് എന്നോട് വന്ന് സംസാരിക്കാൻ. അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ വന്ന് സംസാരിക്കുന്നത്? എന്നോട് പ്രിൻസിപ്പളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് നിന്റെ ഫ്രണ്ടായിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിനക്കും ജാക്കിനും എന്താ പറ്റിയത്? നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ലല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ആഗി ആ ഹാലോവീൻ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നു. വിയ അന്ന് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഓഡിഷൻ നടത്തിയിരുന്നല്ലോ, അതിന്റെ മെയിൻ റോളിനായിട്ട് സെലക്ട് ആവുന്നത് മിറാൻഡയാണ്. വിയക്കാണെങ്കിൽ കിട്ടുന്നതോ ഒരു ചെറിയ റോളും. ശരിക്കും പറഞ്ഞാൽ വിയയുടെ കഥാപാത്രത്തിന് ആ നാടകത്തിൽ വലിയൊരു പ്രാധാന്യമേ ഇല്ല. എന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിയ ജസ്റ്റിന്റെ കൂടെ സന്തോഷമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോഴേക്കും മിറാൻഡയ്ക്ക് വിഷമം വരുന്നു. അവൾ തൻ്റെയും വിയയുടെയും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങി. നമ്മുടെ ആഗി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹെൽമെറ്റില്ലേ, അത് വാങ്ങിച്ചു കൊടുത്തത് ഈ മിറാൻഡയാണ്. അത് കിട്ടിയ ശേഷം ആഗി അതിട്ട് ഡാൻസ് കളിക്കുന്നു, സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അതൊക്കെ കണ്ട് വീട്ടുകാരും മിറാൻഡയും വിയയും എല്ലാവരും നോക്കി ചിരിച്ച് കളിച്ച് സന്തോഷിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നു. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ് വിയയും മിറാൻഡയും. വിയെ അവോയ്ഡ് ചെയ്ത് ഞാനാണ്, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് മിറാൻഡ റിയലൈസ് ചെയ്യുന്നു. നമ്മുടെ ആഗി ആ സമർ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, അവളുടെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. ജാക്കിനെ അവൻ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ജാക്കിന് എപ്പോഴും ഇതൊക്കെ കാണുമ്പോൾ വിഷമാവുകയും ചെയ്യും.
ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, ഇപ്പോഴും ജാക്കിനോട് ആഗി സംസാരിക്കുന്നില്ല. ആഗിക്ക് എങ്ങനെയെങ്കിലും അവൻ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നുള്ള വിഷയം അറിയണം. അതുകൊണ്ട് തന്നെ അവൻ നേരെ സമറിന്റെ അടുത്ത് പോയിട്ട്, ഹേയ് സമർ, ഹാലോവിൻ ഡേ മുതൽ എന്നോട് ആഗി സംസാരിക്കുന്നേ ഇല്ല, നിനക്കറിയോ അതെന്താ കാരണമെന്ന് അവൻ ചോദിക്കുന്നു. അവൾ എന്താണ് കാര്യമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഗോസ്റ്റ് ഫേസ് എന്നുള്ള ഒരു വാക്ക് മാത്രം അവൾ പറയുന്നു. നമ്മുടെ ജാക്കും എന്തായിരിക്കും ഈ ഗോസ്റ്റ് ഫേസ് എന്നിങ്ങനെ ആലോചിക്കുന്നതിനിടയിലാണ് ഹാലോവിൻ ദിവസം താൻ ആ കുട്ടികളോടൊക്കെ ആഗിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ഗോസ്റ്റ് മുഖം മൂടിയിട്ട ഒരു കുട്ടിയെ കണ്ടത് അവൻ ഓർക്കുന്നു. പക്ഷേ അത് ആഗിയായിരുന്നു എന്ന് അവന് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ സമർ ആ വാക്ക് പറഞ്ഞപ്പോഴാണ് അവന് അത് ആഗിയായിരുന്നു എന്ന് മനസ്സിലായത്. ക്ലാസ്സിൽ ജാക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആഗിയും ഇരിക്കുന്നത്. ജാക്കിന് അന്നത്തെ കാര്യമോർത്ത് ഭയങ്കരമായിട്ട് വിഷമമാവുന്നു. ആ സമയത്താണ് സയൻസ് ടീച്ചർ അവരോടായി പറയുന്നത്, ഈ വർഷത്തെ സയൻസ് മീറ്റിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. 2 പേര് ചേർന്ന് ഒരു ടീമായിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യണം. അപ്പോൾ പിന്നിലിരുന്ന ഒരു ചെക്കൻ പറയും, ഞാനും ജാക്കും ഒരുമിച്ച് ടീമായിട്ട് പ്രൊജക്ട് ചെയ്തോളാം. അപ്പോൾ ജാക്ക് പറയും, വേണ്ട, ഞാനും ആഗിയുമായിരിക്കും ഒരു ടീം, നമ്മൾ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തോളാം എന്ന് പറയുന്നു. ആഗിക്ക് എന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ മിണ്ടാതെ ഇരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് ജാക്ക് പുറത്തേക്ക് പോകുമ്പോൾ പ്രൊജക്റ്റിൽ അവന്റെ ഗ്രൂപ്പ് ആവാന്ന് പറഞ്ഞ അവൻ വന്നിട്ട്, നീയും ഞാനും ചേർന്ന് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ പിശാജ് മോറന്റെ കൂടെ പ്രൊജക്ട് ചെയ്തോളാന്ന് ടീച്ചറോട് പറഞ്ഞത് എന്നവൻ പറഞ്ഞ ഉടനെ ജാക്ക് തിരിഞ്ഞു നിന്ന് അവനിട്ട് ഒറ്റ അടി. അങ്ങനെ ജാക്കിന് 2 ദിവസം സസ്പെൻഷൻ കിട്ടുന്നു. ഇതേ സമയം ആഗിയുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായക്കുട്ടി മരിച്ചു പോകുന്നു. അവർക്കെല്ലാവർക്കും ഭയങ്കര വിഷമമാവുന്നു. കാരണം അവർക്ക് ആ നായക്കുട്ടി ഒരു കുടുംബാംഗത്തെ പോലെ തന്നെയായിരുന്നു. നമ്മുടെ ജാക്ക് അവന്റെ വീട്ടിലിരുന്ന് മൈൻക്രാഫ്റ്റ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ആഗി അതിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ആ ഗെയിം കളിച്ചുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് ആഗിയോട്, എന്നോട് ക്ഷമിക്കാകി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അതിന് മറുപടിയായിട്ട് ആഗി ചോദിക്കും, നീ സത്യം പറ, നിന്റെ മുഖം എന്റേതുപോലെ ആയിരുന്നെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുമായിരുന്നോ? സത്യമായിട്ടും ഇല്ല ആഗി, ഞാൻ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. സത്യമായിട്ടും ആഗി, അങ്ങനെയൊന്നും പറയില്ല, എന്നോട് ക്ഷമിക്ക്. ശരി വിട്, നമുക്ക് നമ്മുടെ സയൻസ് പ്രൊജക്ട് അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് ആഗി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും ഫ്രണ്ട്സ് അല്ലേ എന്ന് ജാക്ക് ചോദിക്കുന്നു. തീർച്ചയായും എന്ന് ആഗി മറുപടിയും പറയുന്നു. ജാക്കിന് ഭയങ്കരമായിട്ട് സന്തോഷമാവും. ഇപ്പോൾ വിയ അഭിനയിക്കുന്ന ആ നാടകം നടക്കാൻ പോവുകയാണ്. ആഗിയും ആഗിയുടെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ അത് വിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, മിറന്റെയാണ് അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അവളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വിയയുടെ ഫാമിലി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ട മിറാൻഡയ്ക്ക് വളരെയധികം വിഷമമാവും. എന്നെ അവർ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായാണ് കാണുന്നത്. പക്ഷെ ഞാൻ വിയയെ അവോയ്ഡ് ചെയ്ത് വലിയ തെറ്റാണ് ചെയ്തത്. ഇതിന് പ്രായശ്ചിത്തം ഞാൻ ചെയ്യണം. അതിനുവേണ്ടി അവളൊരു പ്ലാൻ ഇടുന്നു. അവൾ നേരെ പോയിട്ട് നാടകത്തിന്റെ ഹെഡിനോട് പോയിട്ട് പറയും, എനിക്ക് ഈ മെയിൻ റോളിൽ അഭിനയിക്കാൻ വയ്യ എന്ന്. അതോടെ അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ അവൾ പറയും, നമ്മുടെ വിയക്ക് ഈ കഥാപാത്രത്തിന്റെ എല്ലാ ഡയലോഗുകളും കൃത്യമായിട്ട് അറിയാം, അവൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തോളും എന്ന് പറയുന്നു. അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ അയാൾ അതിന് സമ്മതിക്കുന്നു. വിയ ആ മെയിൻ ക്യാരക്ടറായിട്ട് വളരെ മനോഹരമായി പെർഫോം ചെയ്യുന്നു. വിയയുടെ അച്ഛനും അമ്മയും തങ്ങളുടെ മകൾ പെർഫോം ചെയ്യുന്നത് കണ്ണ് നിറഞ്ഞുകൊണ്ട് കാണുന്നു. ആഗിയും തൻ്റെ ചേച്ചിയുടെ പെർഫോമൻസ് കണ്ട് സന്തോഷിക്കുന്നു. വളരെ നന്നായിട്ട് വിയ പെർഫോം ചെയ്തത് കൊണ്ട് തന്നെ കാണാൻ വന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഇത് കണ്ട് മിറാൻഡയ്ക്കും സന്തോഷമാവുന്നു. വിയയുടെ അച്ഛനാവട്ടെ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അങ്ങനെ വീണ്ടും വിയയും മിറാൻഡയും പഴയ സുഹൃത്തുക്കളായി മാറുന്നു. അവളുടെ കുടുംബത്തോടൊപ്പം പഴയതുപോലെ തന്നെ ആഘോഷിക്കുന്നു. അങ്ങനെ ജാക്കും ആഗിയും കൂടിയിട്ട് സയൻസ് എക്സിബിഷന് വേണ്ടി വലിയൊരു ക്യാമറ ഒബ്സ്ക്യൂർ തയ്യാറാക്കുന്നു. അതായത് ആ ബോക്സിനുള്ളിൽ നിൽക്കുന്നവർക്ക് പുറത്തുള്ളവരുടെ പ്രതിബിംബം കാണാനാവും. അത് സയൻസ് എക്സിബിഷനിൽ കൊണ്ടുപോയപ്പോൾ എല്ലാവരും കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. അത്രയ്ക്കും ഇന്നോവേറ്റീവ് ആയിരുന്നു അത്. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ ജാക്കിന്റെയും ആഗിയുടെയും പ്രൊജക്റ്റാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. വാവ്, അടിയടാ കൈ എന്നും പറഞ്ഞിട്ട് അവർ ഹാപ്പിയായി ചിരിച്ച് കളിച്ച് രസിക്കുന്നു. ആഗിയെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ചെക്കന്മാരുണ്ടായിരുന്നു. അവരൊരു വോൾക്കാനോയായിരുന്നു ഉണ്ടാക്കിയത്. അത് കൃത്യമായിട്ട് വർക്കായതുമില്ല. അവർ ഞെക്കിയപ്പോൾ അത് അവരുടെ മുഖത്തേക്കൊക്കെ ചീറ്റുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കളിയാക്കി ചിരിക്കുന്നു. നമ്മുടെ ആഗിയും ജാക്കും അത് കണ്ട് ചിരിക്കുന്നു. ഇതോടെ ആ ചെറുക്കന്മാർക്ക് ആഗിയോട് കൂടുതൽ ദേഷ്യമാവുന്നു. അവനോട് എങ്ങനെയെങ്കിലും പകവീട്ടണമെന്നും പറഞ്ഞ് ആഗിയുടെ ചിത്രം വരച്ച് മുഖമൊക്കെ വളരെ വൃത്തികേടാക്കി അവനെ വിഷമിപ്പിക്കുന്നു. കൂടാതെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് ആഗിയെ മുറിച്ചു മാറ്റി നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ മാഷിന് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം ആ പയ്യന് പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നു. ആഗിയുടെ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി ടൂർ പോകുന്നു. ബോട്ടിംഗ് ഒക്കെ ചെയ്ത് ആഗിയും കൂട്ടുകാരും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ആഗി തൻ്റെ എല്ലാ കുറവുകളും മറന്ന് മറ്റു കുട്ടികളെ പോലെ തന്നെ സന്തോഷിക്കുന്നു.
ഓൾറെഡി ജാക്കും ഓഗിയും നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ അവർ വളരെയധികം ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നു. ആഗിയും ജാക്കും ഒരു സ്ഥലത്തിരുന്നിട്ട് മുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ വന്നിട്ട് ആഗിയെ കളിയാക്കാൻ തുടങ്ങുന്നു. അത് കണ്ട് ദേഷ്യം വന്ന ജാക്ക് അവരെ അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരെല്ലാം ചേർന്നിട്ട് ജാക്കിനെയും ആഗിയെയും അടിച്ച് താഴെയിടുന്നു. അപ്പോഴേക്കും ജാക്കിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ട് ആ പിള്ളേരെ അടിച്ചോടിക്കും. താങ്ക്സ് ടാ, കറക്റ്റ് സമയത്തിന് വന്നു, ഇല്ലെങ്കിൽ അവന്മാര് നമ്മളെ ഇടിച്ച് പപ്പടമാക്കിയനെ എന്ന് ജാക്ക് പറയുമ്പോൾ ആ കുട്ടികൾ പറയും, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേടാ എന്ന്. ശേഷം അവരൊക്കെ ആഗിയുടെ അടുത്ത് വന്നിട്ടും സംസാരിക്കും. നിന്നെ കളിയാക്കിയതിനൊക്കെ ക്ഷമിക്കടാ, ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് അവർ പറയുന്നു. ആഗിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവന് ഒരു ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നില്ല. അവനോട് ആരും സംസാരിക്കുക കൂടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവനെ ഉപദ്രവിക്കാൻ വരുന്നവനെ തല്ലി ഓടിക്കാൻ വരെ ഇപ്പോൾ കൂട്ടുകാരുണ്ട്. ഇതൊക്കെ ഓർത്ത് ആഗി സന്തോഷത്തോടെ പൊട്ടിക്കരയുന്നു. അവന്റെ ഫ്രണ്ട്സൊക്കെ ഇനി നമ്മളെല്ലാം നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. ടൂറൊക്കെ കഴിഞ്ഞ് ആഗി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അവന്റെ അച്ഛനും അമ്മയും അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആഗി ഓടി വന്ന് അമ്മയോട് തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ദേ കണ്ടോ, ഭയങ്കര അടിയായിരുന്നു. അവരൊക്കെ 7ാം ക്ലാസ്സിലെ പിള്ളമാരാ, പക്ഷെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി അവരെ അടിച്ചോടിച്ചു എന്ന്. അങ്ങനെ സ്കൂൾ ഗ്രാജുവേഷൻ ഡേ വരുന്നു. ആകെ ആവട്ടെ കോട്ടും സ്യൂട്ടും ഒക്കെ അണിഞ്ഞ് ചെത്തായിട്ട് സ്കൂളിലേക്ക് വരുന്നു. ഫംഗ്ഷൻ ആരംഭിക്കുന്നു. പ്രിൻസിപ്പൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷന്റെ അവസാനം എത്തിയിരിക്കുകയാണ്. ഈ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റിന് നമ്മളെപ്പോഴും എല്ലാ വർഷവും ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആ അവാർഡ് ഇക്കൊല്ലം വാങ്ങാൻ പോകുന്ന സ്റ്റുഡന്റ് ഈ സ്കൂളിന്റെ റോക്ക് സ്റ്റാർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയുള്ള എല്ലാവരെക്കാളും, എന്തിനേറെ എന്നേക്കാളും സ്ട്രോങ് ആണ് അവൻ. ഇനിയും ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ വർഷം ആ അവാർഡ് വാങ്ങാൻ പോകുന്ന സ്റ്റുഡന്റിന്റെ പേര് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗി. അത് കേട്ടതും എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. ആഗിയുടെ അമ്മയ്ക്ക് ശരിക്കും ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അത്രയ്ക്കും സന്തോഷമായി ആ പുള്ളിക്കാരിക്ക്. ജാക്കൊക്കെ സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ പൊളിയാടാ എന്ന് ജാക്ക് ആഗിയോട് വന്ന് പറയുന്നു. ആദ്യം നമ്മുടെ ആഗി സ്കൂളിലേക്ക് വരുമ്പോൾ എല്ലാവരും അവനെ ഒരു മാതിരിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരുടെ എല്ലാം മുന്നിലൂടെ അവൻ തലയുയർത്തി പിടിച്ച് നടക്കുന്നു. പേട്ടയിലെ പാട്ടിൽ പറയുന്ന പോലെ ഗെത്താ നടന്നു വരാ, മാസ് മരണം, അതൊക്കെ നീ താ പുറത്ത് വരണം എന്നുള്ള പാട്ടാണ് എനിക്ക് ഇപ്പൊ ശരിക്കും ഓർമ്മ വന്നത് കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. ആഗി അവരുടെ മധ്യത്തിലൂടെ നടന്ന് സ്റ്റേജിലേക്ക് പോകുന്നു. ആഗിയുടെ അച്ഛനും അമ്മയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു. വിയയ്ക്കും ആഗിയുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഒക്കെ വളരെയധികം സന്തോഷം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആഗിക്ക് കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിൻസിപ്പൽ ആഗിക്ക് മെഡലിട്ട് കൊടുക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ ആഗി അഭിമാനത്തോടെ നിൽക്കുന്നു. അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരുന്നു. ഇതുപോലൊരു മൊമെന്റ്സ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ എന്നെ കാണാൻ ഭയങ്കര വൃത്തികേടാണ്, വളരെ മോശമാണ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. ആരും എന്നോട് ഒരിക്കലും സംസാരിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്കിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാം ചേർന്ന് 7ാം ക്ലാസ്സിലെ പിള്ളമാരെ വരെ അടിച്ചോടിച്ചു. എൻ്റെ ചേച്ചി വിയ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവുമ്പോൾ എനിക്ക് കരച്ചിലേ വരില്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവസാനമായി എൻ്റെ അമ്മ. എനിക്ക് സ്കൂളൊന്നും വേണ്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടും അമ്മയാണ് നിർബന്ധിച്ച് എന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചത്. ഇതുപോലൊരു മൊമെന്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണം അമ്മയാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ എല്ലാ സ്ഥലത്തും താഴ്ന്നു കൊടുക്കും. പക്ഷെ ഒരിക്കൽ പോലും എന്നെ താഴാൻ അനുവദിച്ചിട്ടില്ല. ഇവരെല്ലാവരും ഉള്ളപ്പോൾ എൻ്റെ ജീവിതം ഒരു വണ്ടറായിരിക്കും. അതോടെ വണ്ടർ എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ പ്രണയമാവട്ടെ ഒരാളുടെ മുഖം നോക്കിയായിരിക്കരുത് അത് ഉണ്ടാവേണ്ടത്. സമയം ചലിക്കുന്നതിനനുസരിച്ച് മുഖമൊക്കെ ചുരുങ്ങിപ്പോകും. പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും വലുതായിരിക്കണം. ആ മനസ്സ് നോക്കിയായിരിക്കണം നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. സോ ഇതുപോലെ ഒരു സോൾ ഫ്രണ്ട് നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സോൾ ഫ്രണ്ടിന്റെ പേരും അവരോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും തീർച്ചയായും താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു കഥയുമായിട്ട് കാണാം. അതുവരെ